പഞ്ചായത്തിലൊരു മുതിർന്ന അംഗനോട് പറഞ്ഞത് ഒരാളെ കൊല്ലട്ടെ എന്നെങ്കിലും ഇതിന് പരിഹാരമാകുള്ളൂ. ആയിക്കോട്ടെ, അതിന് ഞാൻ റെഡിയാണ്. ആനെന്നെ കൊന്നോട്ടെ. എനിക്ക് 4 പെൺകുട്ടികളെ കടങ്ങളായി വാഴ വെച്ച് 2 കൊല്ലം ആന ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നു. അപ്പം ഞാൻ എൻ്റെ രക്തസാക്ഷിയാകുകയാണല്ലോ നല്ലത്. ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മൂത്തേടം, എടക്കര, നിലമ്പൂർ. നിലമ്പൂർ അകമ്പാടം മതിൽമൂലയിൽ സോളാർ വൈദ്യുതി തൂക്കുവേലി തകർത്ത് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മതിൽമൂല സ്വദേശി നാലകത്ത് സിദ്ദീഖിന്റെ കൃഷിയിടത്തിലാണ് വ്യാപക നാശനഷ്ടം വരുത്തിയത്. 100-ലേറെ നേന്ത്രവാഴകൾ, 200-ലേറെ കപ്പകൾ, 100ഓളം പൈനാപ്പിൾ, 12 കമുകുകൾ എന്നിവയാണ് ആന നശിപ്പിച്ചത്. സോളാർ വൈദ്യുത തൂക്കുവേലിക്ക് മുകളിലേക്ക് മരങ്ങൾ ചവിട്ട് മറിച്ചിട്ടാണ് കൃഷിയിടത്തിലേക്ക് കാട്ടാന എത്തിയത്. കാട്ടാന കൃഷി നശിപ്പിച്ച വിവരം ചാലിയാർ പഞ്ചായത്ത് ബോർഡ് ഭരണസമിതിയിലെ പ്രധാന സ്ഥാനം വഹിക്കുന്ന ജനപ്രതിനിധിയോട് വിളിച്ചു പറഞ്ഞപ്പോൾ കാട്ടാന ആളുകളെ അപായപ്പെടുത്തിയാൽ ഇടപെടാമെന്ന മറുപടിയാണ് നൽകിയതെന്ന് സിദ്ദീഖ് പറയുന്നു. ഏകദേശം മൂത്ത് വെട്ടാനാവണേ ഉള്ളൂ. ഒരു 1.5-2 മാസം കഴിഞ്ഞാൽ വെട്ടാം. എത്ര പ്രാവശ്യമാണ്? 9 പ്രാവശ്യമാണ് ഇപ്പോൾ ഈ വർഷം ഈ 2 മാസത്തിലിടക്ക് ഇതിൽ ആന കയറുന്നത്. ഞാനിത് പഞ്ചായത്തിൽ പോയി മിഞ്ഞാന്ന് പറഞ്ഞു, പുറത്ത് പരാതി കൊടുക്കാൻ ചെന്നതാണ്. പഞ്ചായത്തിലൊരു മുതിർന്ന അംഗനോട് പറഞ്ഞത് ഒരാളെ കൊല്ലട്ടെ എന്നെങ്കിലും ഇതിന് പരിഹാരമാകുള്ളൂ. ആയിക്കോട്ടെ, അതിന് ഞാൻ റെഡിയാണ്. ആനെന്നെ കൊന്നോട്ടെ. എനിക്ക് 4 പെൺകുട്ടികളെ കടങ്ങളായി വാഴ വെച്ച് 2 കൊല്ലം ആന ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നു. അപ്പം ഞാൻ എൻ്റെ രക്തസാക്ഷിയാകുകയാണല്ലോ നല്ലത്. ബാക്കിയുള്ള കർഷകരെങ്കിലും രക്ഷപ്പെടും. അതല്ല ഇനി നല്ലത്. ഇപ്പം എന്തൊരു വ്യാപകമായിട്ടുള്ള നശിപ്പിക്കലാണ് ഇത്. ഇതുവരെ പഞ്ചായത്തോ അല്ലെങ്കിൽ പുതിയ ഭരണം വന്നു അവരൊന്നും ഇതിന് തിരിഞ്ഞു നോക്കണില്ലല്ലോ. ഇപ്പം കഴിഞ്ഞ ഗവൺമെൻറ് ആകുന്നത് ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ മീറ്റിംഗ് വിളിച്ച് നമ്മളെ വികാരം പ്രകടിപ്പിക്കാനെങ്കിലും പറ്റി. ഇപ്പം അതുമില്ല. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ മിഞ്ഞാന്ന് പഞ്ചായത്ത് അംഗത്തിനോട് ഇത് പറഞ്ഞപ്പോൾ പറയണത് ഒരാളെ കൊന്നെങ്കിലും ഇത് പരിഹാരം ഉണ്ടാവുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. എത്ര പ്രാവശ്യം ഇപ്പോൾ ഏകദേശം പല പ്രാവശ്യമായിട്ട് ഒരു 1500ഓളം വാഴയാണ് ഇപ്പോൾ നശിപ്പിച്ച് കളഞ്ഞത്. ഇനി ഇതിന് പരിഹാരം ഉണ്ടാവില്ലേ? ഇപ്പം ഞാൻ എൻ്റെ പരിഹാരമാണ് കണ്ട് ആനൻ്റെ മുന്നിൽ ചാടുക. തോട്ടത്തിൽ ആന ഉണ്ടെങ്കിൽ ആനൻ്റെ അടുത്തേക്ക് ഇല്ല, ആന വടിയേറ്റ് അടിക്കല്ല. എൻ്റെ അടുത്ത് ആയുധങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം ആന കൊല്ലുമ്പോൾ ഒരു 10 ലക്ഷം കിട്ടുമെന്നാണ് പറയുന്നത്. അത് കിട്ടിയ എൻ്റെ കടയെങ്കിലും വിടും. അത്ര കടം കയറി ബാങ്കിലൊന്നും പൈസ അടക്കാൻ കുടുങ്ങി കിടക്കുന്ന ഒരവസ്ഥപ്പെടും. കാട്ടാനകൾ ചാലിയാർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ വീടുകളുടെ മതിലുകൾ തകർക്കുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഒരു യോഗം വിളിക്കാൻ പോലും പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകുന്നില്ല. നിലമ്പൂർ മേഖലയിൽ കാട്ടാന ശല്യം ഏറ്റവും രൂക്ഷമായ പ്രദേശമായി ചാലിയാർ പഞ്ചായത്ത് മാറിക്കഴിഞ്ഞു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറിന്റെ മണ്ഡലമായ ഏറനാട് മണ്ഡലത്തിന്റെ ഭാഗം കൂടിയാണ് ചാലിയാർ പഞ്ചായത്ത്. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 7 തവണയാണ് സിദ്ദീഖിന്റെ കൃഷിയിടത്തിൽ കാട്ടാനകൾ നാശം വിതയ്ക്കുന്നത്. 10 ഏക്കർ കൃഷിസ്ഥലത്ത് ഇനി അവശേഷിക്കുന്നത് ഏതാനും വാഴകളും കപ്പകളും മാത്രമാണ്. സോളാർ വൈദ്യുത തൂക്കുവേലികളും ആനകൾ തകർത്തു തുടങ്ങിയതോടെ കർഷകർ ഏറെ ഭീതിയിലാണ്. കാനക്കുത്ത് വനമേഖലയിൽ നിന്നും കാഞ്ഞിരപ്പുഴ കടന്നാണ് കാട്ടാനകൾ മതിൽമൂല ഭാഗത്തേക്ക് എത്തുന്നത്. A+ വിഷൻ, ചാലിയാർ. +2 കഴിഞ്ഞില്ലേ? ഇനി ഡിഗ്രിക്ക് എവിടെ ജോയിൻ ചെയ്യും? നമ്മുടെ തൊട്ടടുത്ത് ഇത്ര നല്ലൊരു ക്യാമ്പസ് ഉള്ളപ്പോൾ ഈ കൺഫ്യൂഷൻ എന്തിനാ? അതെ, ഫാത്തിമ തന്നെ. We provide BSc and BA in 4 disciplines. BCom in 3 disciplines, AICTE approved, BBA and Bachelor of Travel and Management with several industry relevant add-on courses. College location എടക്കര കരുളായി റോഡിൽ മൂത്തേടത്താണ്. അപ്പോൾ എങ്ങനെ ഫാത്തിമ ഫിക്സ് ആക്കുവല്ലേ? At Fatima, we don't just reach, we inspire. ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മൂത്തേടം, എടക്കര, നിലമ്പൂർ.